ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന് വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. ഏകദേശം 2 ലക്ഷത്തിലധികം പേർ ചടങ്ങുകൾക്ക് സെന്റ് പീറ്റേഴ്സിൽ എത്തുമെന്നാണ് കണക്കുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിന് എത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം അന്തിമോപചാരം അർപ്പിച്ചു. തത്സമയ വിവരങ്ങൾ നൽകാൻ റിപ്പോർട്ടർ വാർത്താസംഘം വത്തിക്കാനിലുണ്ട്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, വത്തിക്കാനിൽ പ്രഭാതമാകുന്നതേയുള്ളൂ. ഇന്നത്തെ പ്രഭാതം അത് 10 മണിയാകുമ്പോഴേക്കും വത്തിക്കാൻ സമയം 10 മണിയാകുമ്പോഴേക്കും മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമത്തിനുള്ള ചടങ്ങുകളിലേക്ക്, ശുശ്രൂഷകളിലേക്ക് കടക്കുന്ന വേളയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ പി ആർ സുനിൽ? മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ പി ആർ സുനിൽ? സുജിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിലാണ്. ഇവിടെ സമയം പുലർച്ചെ 3:30 മണിയാണ്. ഇവിടെ 10 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ ചത്തുരത്തിന്റെ ഈ പ്രദേശത്താണ് പോപ്പ് ഫ്രാൻസിസിന് അന്ത്യയാത്ര നൽകുന്നതിനുള്ള ശുശ്രൂഷ ആരംഭിക്കുക 10 മണിയോടുകൂടി. സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എല്ലാ കണ്ണുകളും ഇനി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തന്നെയായിരിക്കും. മനുഷ്യരുടെ ഹൃദയത്തെ ആകർഷിച്ച, മനുഷ്യരുടെ പോരാട്ടങ്ങൾക്ക് ഒപ്പം നിന്ന, അശരണരായ ആളുകൾക്ക് ഒപ്പം നിന്ന പോപ്പ് ഫ്രാൻസിസ് തീർച്ചയായും യാത്രയാകുമ്പോൾ അത് എല്ലാവരുടെയും ഹൃദയത്തിലേൽക്കുന്ന ഒരു മുറിവ് കൂടിയാണ്. ഏതായാലും ആ ഒരു അർത്ഥത്തിൽ ലോകം മുഴുവൻ വലിയ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു നിമിഷത്തെ ഉറ്റുനോക്കാൻ പോവുകയാണ്. ഏതായാലും 10 മണിക്ക് ഇവിടെ ചടങ്ങുകൾ തുടങ്ങും. 2 മണിക്കൂർ സമയമായിരിക്കും ഈ ഒരു ശുശ്രൂഷ നീണ്ടു നിൽക്കുക. വിശുദ്ധ കുർബാനയോടെയായിരിക്കും ഈ ഒരു ചടങ്ങ് അവസാനിക്കുക. അതിനുശേഷം 12 മണിയോടുകൂടി, ഇവിടുത്തെ സമയം 12 മണിയോടുകൂടി ആയിരിക്കും ഭൗതിക ദേഹം വിലാപ യാത്രയായി ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ അപ്പുറത്തുള്ള മേജർ മേരി ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും മേജർ മേരി ബസിലിക്കയിൽ തന്റെ അടക്കം നടത്തണം എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം അക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അവസാന കുറിപ്പിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം തന്റെ സംസ്കാര ചടങ്ങുകൾ എന്നത് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും അത് പ്രകാരമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ ഇവിടെ ബസിലിക്കയുടെ മുറ്റത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇവിടുത്തെ വളണ്ടിയർമാരൊക്കെ തന്നെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ വിജനമാണ്, വളണ്ടിയർമാർ മാത്രമേ ഉള്ളൂ. പുലർച്ചെ സമയമാണ്, 3:30 മണിയാണ് ഇവിടുത്തെ ലോക്കൽ സമയം. ഇവിടെ മാധ്യമങ്ങൾക്കൊക്കെയുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. നമുക്കൊക്കെ തന്നെ പ്രത്യേക പാസുകൾ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ആ പാസുകൾ പ്രകാരമായിരിക്കും ഈ മേഖലയിലേക്കൊക്കെ ഇനി കടന്നു വരാൻ കഴിയുക. ഇപ്പോൾ നിൽക്കുന്ന ഇടം വത്തിക്കാൻ സമയം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഇന്ത്യൻ സമയം ഇവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു 10 മണിയാകുമ്പോൾ, ഇന്ത്യൻ സമയം 10 മണിയാകുമ്പോഴാണ് അവിടെ 6:30 ആവുക, നേരം പുലർന്നു വരിക. ഇപ്പോൾ തന്നെ അവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഒരുക്കങ്ങളും എല്ലാം അവസാന വട്ട ക്രമീകരണങ്ങൾ, ബാരിക്കേഡുകൾ സ്ഥാപിക്കൽ എല്ലാം കൃത്യമായി ഉറപ്പാക്കുകയാണ്. കാരണം ലോകമെമ്പാടും നിന്നായി 2 ലക്ഷത്തോളം പേരെ ഈ സംസ്കാര ചടങ്ങിന്റെ വേളയിൽ സെന്റ് പീറ്റേഴ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ പി ആർ സുനിൽ? ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. ഏതായാലും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വളണ്ടിയേഴ്സിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും ഈ ഒരു പുലർച്ചെ, ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ ഏതായാലും ഇപ്പോൾ എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്ക് എത്തുകയാണ്. ഏതായാലും പാപ്പയുടെ സംസ്കാര ചടങ്ങ് എന്നത് തീർച്ചയായും ഇന്ന് ജനലക്ഷങ്ങളുടെ സാഗരം തന്നെയായിരിക്കും വത്തിക്കാനിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരുണയും സ്നേഹവുമാണ് ലോകത്തെല്ലാറ്റിനും മുകളിൽ എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് പോപ്പ് ഫ്രാൻസിസിന്റേത്. സമൂഹത്തിലെ എല്ലാ അശരണരായ ആളുകൾക്ക് വേണ്ടിയും നിലകൊണ്ട ഫ്രാൻസിസ് പോപ്പ് തീർച്ചയായും ആളുകളുടെ ഹൃദയത്തിൽ തന്നെയാണ് ഇടം നേടിയിരിക്കുന്നത്. അതുതന്നെയാണ് എല്ലാവരെയും മുറിപ്പെടുത്തുന്നത് ഈ ഒരു നിമിഷം. ഏതായാലും ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത ശേഷം ലോകം മുഴുവൻ ഒരു സ്വരത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര തീർച്ചയായും ഹൃദയവേദനയോടെ തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സ് അതിനെ നോക്കിക്കാണുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ലോകത്താകെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണെങ്കിലും ലോകത്താകെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അദ്ദേഹം
സംസാരിച്ചു. എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം വാദിച്ചു. യുദ്ധങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. അവസാന വാക്കുകളിൽ പോലും ഗസയിൽ പീഡനമനുഭവിക്കുന്ന, ഗസയിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ലോകത്ത് ആർക്കൊക്കെയാണോ സഹായം വേണ്ടത്, ആരാണോ സഹായം ആഗ്രഹിക്കുന്നത്, അവർക്കൊപ്പം നിൽക്കുക, അതിൽ നിലപാടുകളിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുക, ഇതൊക്കെയായിരുന്നു ഫ്രാൻസിസ് പോപ്പ്. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ആ ഒരു എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യസ്നേഹി നിലകൊള്ളേണ്ടത്, അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുക തന്നെയാണ് ചെയ്തത്. ഏതായാലും അങ്ങനെ ഒരു വലിയ മഹത് വ്യക്തിത്വമാണ് ഈ ഒരു ലോകം വിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു യാത്ര മൊഴി നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെയാണ് വത്തിക്കാനിൽ ഏതായാലും ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ഏതായാലും ഈ വത്തിക്കാൻ ചത്തുരത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടേക്ക് എത്തുകയാണ്. ഫ്രാൻസിസ് പോപ്പിന് വിട നൽകാനായി ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളൊക്കെ തന്നെ എത്തുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലുള്ള ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ, പ്രധാന നേതാക്കളൊക്കെ തന്നെ എത്തുന്നു. ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘം തന്നെ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകാനായി വത്തിക്കാനിലേക്ക് എത്തുകയാണ്. ഏതായാലും സുജയ, ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടത്തെ ചടങ്ങിന്. ഇവിടെ സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പുലർച്ചെ 3:30 മണിയാണ് ഇവിടുത്തെ സമയം. 10 മണിയോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുക. ഓക്കെ, പിയ സുനിൽ, അവിടുത്തെ അതിരാവിലെയാണ് സുനിൽ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് വീണ്ടും എത്താം സുനിലേക്ക്. നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ സമയം 3:30 ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിയ സുനിലും ഒപ്പം ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡ്രു അഗസ്റ്റും അടങ്ങുന്ന വിപുലമായ വാർത്താസംഘം പ്രേക്ഷകരിലേക്ക് ഫ്രാൻസിസ് മാർപ്പയുടെ അന്തിമ സംസ്കാര ചടങ്ങിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും.